ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മധുര പലഹാരമാണ്. പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വീട്ടിൽ വരികയോ അല്ലെങ്കിൽ അതുപോലെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഒരു മധുര പലഹാരം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പലഹാരം തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഏകദേശം 100 മില്ലിക്ക് അടുത്ത് വരുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് റവയാണ്. ഇത് വറുത്തതോ വറുക്കാത്തതോ ഉപയോഗിക്കാം. ഇത് കുറേശ്ശെ വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഞാൻ പശുവും പാലാണ് എടുത്തത്. നിങ്ങൾക്ക് പശുവും പാലിന് പകരം തേങ്ങാപ്പാൽ എടുക്കാം. അതാണെങ്കിൽ കൂടുതൽ രുചികരമായിരിക്കും. റവയെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എൻ്റെ വോയിസ് നല്ലതുപോലെ ക്ലിയർ ആവുന്നില്ല, എനിക്ക് കടുത്ത ജലദോഷമായതുകൊണ്ടാണ്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൂടുതൽ പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. ഇത്ര അയവായിരിക്കണം ബാറ്ററിന്. ഇതിൻ്റെ റെക്കോർഡ് വോയിസിൽ ഒരു ഇരമ്പൽ കേൾക്കുന്നത് വെളിയിൽ അതിശക്തമായ മഴയാണ്. ഇത് കുക്കിംഗ് തുടങ്ങിയപ്പോൾ ആരംഭിച്ച മഴയാണ്, ഇപ്പോഴും ശമിച്ചിട്ടില്ല. അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 2 നുള്ളുപ്പും 1 നുള്ളു സോഡാപ്പൊടിയുമാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് പെട്ടെന്ന് തന്നെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം ഉണ്ടാക്കാൻ എടുത്തപ്പോഴത്തേക്കും അതിശക്തമായ മിന്നലും ഇടിയുമൊക്കെ വന്ന് ഞാൻ സ്റ്റാൻഡിൽ വെച്ചിരുന്ന ഫോണും എടുത്തുകൊണ്ട് ഓടി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഇത് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചത് ഒരു കിളി പോയൊരവസ്ഥയിലാണ്. അപ്പോൾ ആദ്യത്തെ ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ അങ്ങ് കാണിച്ചു പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ചെയ്യാനിട്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇനിയൊരു വീഡിയോ എടുത്ത് പെട്ടെന്ന് ഇടാനുള്ള ടൈമും ഇല്ല, ആരോഗ്യസ്ഥിതിയും അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുക്കിങ്ങുമായിട്ട് മുന്നോട്ട് പോയതേ. അപ്പോൾ ആദ്യത്തെ ബാച്ചിലിട്ടതൊക്കെ ഏകദേശം പാകമായി വന്നു. അപ്പോൾ ഓരോന്നും ഇനി ചൂടായ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. പിന്നെ അടുത്ത ബാച്ചാണ് അത്. ഓരോ തവിയും ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യേണ്ടത്. ഫ്ലെയിം കൂടുതലായാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ചായി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗം വേവാതെ ഇരിക്കും. മാവ് ഒഴിച്ച് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ചൂടായ എണ്ണ കോരി ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് അതിൻ്റെ മുകൾ ഭാഗം കൂടുതൽ സോഫ്റ്റായിട്ട് പൊങ്ങി വരികയുള്ളൂ. മുകൾ ഭാഗം നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയതിനു ശേഷം ഓരോന്നും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡിസ്ക് ഷേപ്പ് പോലെയാണ് ഈ അപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും അതിനെങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കണം. അതിനുശേഷം ഇത് ഓരോന്നും എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടതാണ്. അങ്ങനെ ഡിസ്കപ്പങ്ങളെല്ലാം ചുട്ടെടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളിത് ട്രൈ ചെയ്യുക. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഉണ്ടാക്കി ചൂടോടെ കഴിക്കാവുന്നതാണ്. ഈ അപ്പത്തിൻ്റെ സൈഡ് ഭാഗം മാത്രം ക്രിസ്പാണ്, ഉൾവശം സോഫ്റ്റും കേക്കിൻ്റെ രുചിയാണ് ഈ അപ്പത്തിനുള്ളത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.